ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ നെല്ലിശ്ശേരിയിലേക്ക് തിരികെ വരുമ്പോൾ സച്ചി നന്ദനെ പിടിച്ചു നിർത്തുകയാണ്. എനിക്ക് നന്ദേട്ടനോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ സച്ചി എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല ഏട്ടൻ സ്നേഹ പറയുന്നത് പോലെ കേട്ട് ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഏട്ടൻ എന്തിനാ സ്നേഹ പറഞ്ഞത് കേട്ട് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദൻ. ധനുഷ് എത്തരക്കാരനാണെന്നും കൂടാതെ ധനുഷ് എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതും ഒക്കെ തന്നെ ഏട്ടൻ എന്താ മറന്നുപോയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, ഞാനൊന്നും മറന്നിട്ടില്ല സച്ചി. പക്ഷേ സ്നേഹയുടെ നല്ലതിനിപ്പോൾ അതാ നല്ലതെന്നാ എനിക്ക് തോന്നിയത്. അവൾ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് അവളായിട്ട് തന്നെ അവനെ മാറ്റിയെടുത്തോളാമെന്നാ. അതൊക്കെ നടക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, എന്നാൽ ഇവിടെ മറ്റാർക്കും അറിയാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ സ്നേഹയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താ കണ്ടതെന്നറിയാമോ? തുടർന്ന് കണ്ട കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയുകയാണ് നന്ദൻ. എല്ലാം കേട്ടതിനു ശേഷം ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൾ ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് കേട്ട് ഞാൻ ധനുഷിന് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചത്. സ്നേഹമോള് കൈവിട്ടു പോകുന്നത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ടാകില്ലെന്ന് നന്ദൻ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന സന്ധ്യ ഡോക്ടറെ വിളിച്ച് നന്ദനെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ടിരുന്നെന്ന് സന്ധ്യ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്കെങ്കിലും പോയിരുന്നോ? അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറ്റൂ പോയിരുന്നെന്ന് സന്ധ്യ പറയുമ്പോൾ ധനുഷിൻ്റെ ജാമ്യത്തിനാണോ പോയതെന്ന് അർച്ചന ചോദിക്കുന്നു. അങ്ങനെ എന്തോ ആണ് അർച്ചന പറഞ്ഞു കേട്ടത്. ഞാൻ അകത്തോട്ട് കയറിയില്ലായിരുന്നു, നന്ദൻ മാത്രമാണ് അകത്തേക്ക് കയറിയത്. എനിക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സന്ധ്യ കോൾ കട്ട് ചെയ്യുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപിനെയുമാണ്. പെട്ടെന്ന് കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങുമ്പോൾ ആതിര എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കുകയാണ്. അതേസമയം സന്ദീപും എഴുന്നേൽക്കുകയാണ്. ആതിര എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അതേസമയം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് അർച്ചന. അർച്ചന പെട്ടെന്ന് തന്നെ സന്ദീപിൻ്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ സച്ചി അർച്ചനയെ തടയുന്നു. താനിതെങ്ങോട്ടാ? താനിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ അത് ആതിരയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് താൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് സച്ചി പറയുമ്പോൾ അത് പിന്നെ സച്ചിയേട്ടാ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. എടോ, ആതിരയും കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കട്ടെ. നാളെ ഒരു ദിവസം താനില്ലെങ്കിലും ആതിര തന്നെയല്ലേ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ആതിര തന്നെ കരച്ചിൽ നിർത്തിക്കോളുമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് അങ്ങനെയല്ല സച്ചിയേട്ടാ. ഞാൻ സച്ചിയേട്ടനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മോള് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇന്ന് ഞാനും സന്ദീപും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ അർച്ചനയെ നോക്കുന്നു. നമ്മുടെ മോളുടെ ഹാർട്ടിന് ഒരു ചെറിയ ഹോൾ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കുഞ്ഞിന് ശ്വാസതടസ്സം വരുന്നതും കുഞ്ഞ് ശ്വാസം കിട്ടാതെ കരയുന്നതും. സന്ദീപ് പറഞ്ഞിട്ടാ സച്ചിയേട്ടനോട് പോലും ഇത് പറയാതിരുന്നതെന്ന് അർച്ചന പറയുമ്പോൾ ആതിരോടെങ്കിലും ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് സച്ചി ചോദിക്കുന്നു. അതും ഇപ്പോൾ വേണ്ടെന്ന് സന്ദീപ് തന്നെ സച്ചിയേട്ട പറഞ്ഞത്. സർജറിയുടെ സമയമാകുമ്പോൾ പറയാമെന്നാ സന്ദീപ് പറഞ്ഞത്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞ് നിർത്താതെ കരയുന്നതാണ്. സന്ദീപെ, നമുക്ക് കുഞ്ഞിനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സന്ദീപും ആതിരയും കൂടി കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് സേതു ചോദിക്കുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെന്നും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നും ആതിര പറയുന്നു. അല്ല മോളെ, അർച്ചനെ കൊണ്ട് ഒന്ന് എടുപ്പിച്ചു വിടായിരുന്നോ എന്ന് സേതു ചോദിക്കുമ്പോൾ അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ലെന്ന് ആതിര പറയുന്നു. അതേസമയം അർച്ചന താഴേക്ക് വരുന്നുണ്ടെങ്കിലും സന്ദീപിനെ വിളിച്ചുകൊണ്ട് ആതിര ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവർക്കൊപ്പം സേതുമാധവനും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കുഞ്ഞിനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുകയാണ്, കുഞ്ഞിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പ്രായത്തിൽ കരയുക അത് സാധാരണയാണ്. അമ്മമാരെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലും നിൽക്കുന്നതാണെന്ന് ഡോക്ടർ പറയുമ്പോൾ സേതു പറയുകയാണ്, എൻ്റെ മരുമകൾ അർച്ചനയുമായിട്ടാണ് കുഞ്ഞ് കൂടുതൽ ഇണങ്ങിയിരിക്കുന്നത്. അർച്ചന എടുക്കുമ്പോഴാണ് കുഞ്ഞ് സാധാരണ കരച്ചിൽ നിർത്തുന്നത്. എന്നാൽ അവരെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും രോഗം വന്നാലോ. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അച്ഛാ, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അച്ഛനൊരു കാര്യം ചെയ്യ്, ഫോൺ എടുത്ത് ഏട്ടത്തിയെ വിളിക്ക് എന്ന് സേതുമാധവൻ സച്ചിയെ വിളിച്ച് അർച്ചനയും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ അർച്ചന ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഏട്ടത്തി മറ്റൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല, ഏട്ടത്തി കുഞ്ഞിനെ എടുക്ക്. അങ്ങനെ അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണ്. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നു. കുഞ്ഞ് കരച്ചിൽ നിർത്തിയോ? പറഞ്ഞയാൾ വന്നോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വന്നെന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തിയെന്നും സേതു പറയുന്നു. ഇത് കേൾക്കുന്ന ആതിര ഡോക്ടറിന് നേരെ ദേഷ്യപ്പെടുകയാണ്. അതെന്താ ഡോക്ടർ അങ്ങനെ? ഞാനല്ലേ കുഞ്ഞിൻ്റെ അമ്മ,
എവിടേക്ക് പോയാലും ഇവരെയും കൊണ്ട് പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. കുഞ്ഞിന് സുരക്ഷിതമെന്ന് തോന്നുന്ന കൈകളിലാണ് കുഞ്ഞ് കരയാതിരിക്കുന്നത്. ചിലരുടെ സ്മെല്ലും ചിലരുടെ സാമീപ്യവും ഒക്കെ തന്നെ കുഞ്ഞിന് സുരക്ഷിതമായി തോന്നും. അതുകൊണ്ട് മാത്രമാണെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.